ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ 2025 രണ്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇക്കൊല്ലം നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉള്ള കൊല്ലാണ്, എല്ലാ കൊല്ലത്തെയും പോലെ. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമുക്ക് എന്തുണ്ടായിരുന്നു പ്ലാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഒരുപാട് ബാക്കിലാണ്, കുറേ കാര്യങ്ങൾ അറിയാത്തുണ്ട്. ജിമ്മി സത്യം പറഞ്ഞാൽ ഉള്ള പറയാം പെണ്ണ് കിട്ടിയിട്ട് പോയതല്ല കേട്ടോ. കാരണം എന്നിട്ട് എനിക്ക് വർക്ക് ഉണ്ടായി. ഞാൻ 18-ാം തീയതി ദുബായിൽ നിന്ന് എത്തി, 19-ാം തീയതി പോകാൻ തുടങ്ങിയിട്ട് ഓളയും കൂടി മര്യാദ കാണാൻ പറ്റില്ല. വർക്ക് 30 ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു, ന്യൂ ഇയർ വരെ. അതിൽ ഒരു ദിവസം ഉള്ളത് ഇവിടെ ആയിരുന്നു, ചെന്നൈയിലായിരുന്നു. അതിലെന്താട്ടി ഓപ്പൺ ടിക്കറ്റ് എടുത്ത് ഓളി കൊണ്ടുപോയി. പിന്നെ ഒരു ദിവസം സൈലത്തിന്റെ ഒരു അടിക്കും വന്നു. അപ്പം ആകെയുള്ള സൈലത്തിന്റെ അന്ന് നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടിയ ജിമ്മി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ന്യൂ ഇയർ പരിപാടിക്ക് കിട്ടില്ല ഫോട്ടോസാണ് വന്നിട്ടുള്ളത്. അതും ജിമ്മി ഉണ്ടായിട്ടാണ് വന്നത്. സോ എങ്ങനെയുണ്ട് ഈ ഒരു സീസൺ? എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് സീസൺ? അല്ലാത്ത സീസൺ ഇനി കല്യാണം തിരക്കേനി വർക്കും ഒക്കെ കൂടെ ആയിട്ട്. ഇപ്പൊ കല്യാണം പണ്ടത്തെ പോലെ, ഇപ്പൊ പണ്ട് കല്യാണ പേരി പോണ പോലാണോ ഇപ്പൊ കല്യാണ പേരി പോണത്? താത്താരൊക്കെ ഉണ്ട് ജിമ്മിയല്ലേ. എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇപ്പൊ, എല്ലാരും തിരിച്ചറിയും. നല്ല അറിയണ്ട് അല്ലേ? ഇന്നലെ കോഴിക്കോട് പോയി, അപ്പോഴും ഓളും ഇതേപോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഓളിറങ്ങിയിട്ട് ഓൾക്ക് ആകെ പ്രാന്തായിക്കണേ. ഇങ്ങനെയോ ഇങ്ങനെ നോക്കണാണ് നോർമലി നോക്കണം, പക്ഷെ പെട്ടെന്ന് കണ്ടിട്ട് ടെൻഷനാവും, നോട്ടീസ് ചെയ്യപ്പെടുമ്പോ. അപ്പൊ ഞമ്മക്കൊക്കെ ശീലായി, ആര് നോക്കിയാലും ഹായ്, ഇങ്ങോട്ട് നോക്കുമ്പോ ഹായ്, ഇങ്ങനെ അവളിങ്ങനെ ഹായ് ഏട്ടെ, ഞാനിങ്ങനെ ഇട്ടും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഇട്ടും. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കൈ കഴുകാൻ പോകുമ്പോൾ ബാക്കിൽ കൂടെ അങ്ങനെ ചെല്ലുമ്പോൾ ആൾക്കാർ കൈ കഴുകാവും. പെട്ടെന്ന് അപ്പോൾ ഓനും നമ്മളങ്ങനെ കാട്ടുന്ന പ്രതീക്ഷിക്കൂലല്ലോ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജിമ്മിൻ്റെ ലൈഫ് ഉഷാറായിട്ട് പോണ്. വണ്ടി കിടന്നു, ബൈക്ക് കിടന്നു, ലാപ്ടോപ്പ് കിടന്നു. മാഷാ അല്ലാഹ് വളരെ വളരെ മികച്ചൊരു കൊല്ലാണ് ജിമ്മിൻ്റെ കൊല്ലത്തെ സ്റ്റാർട്ടിങ് ആണ് നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും കിട്ടിയില്ലേ ഏറ്റവും സൂപ്പർ സ്റ്റാർട്ടിങ് ജിമ്മിക്കാണ് കിട്ടിയത്. ഞാൻ ഇന്ന് രാവിലെ നീച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കുക, എൻ്റെ അടുത്ത് കയറാൻ സ്റ്റാർട്ട് ആവണില്ല. അതിലും പറഞ്ഞത് അത് 2 ദിവസം അവിടെ കിടന്ന് നടക്കുന്നത്, കാരണം എടുത്താലേ സ്റ്റാർട്ടാവുള്ളൂ. ഇന്നലെ കോഴിക്കോട് നിന്ന് റിട്ടേൺ വന്നപ്പോൾ വാപ്പൻ്റെ സീറ്റിൽ ഇങ്ങനെ കാലൊക്കെ എരിച്ച് ഇങ്ങനെ ഇരിക്കണേ. അത് വെള്ളമാണ് നിറഞ്ഞിക്ക, എ സിന്ന് വെള്ളം തണുത്ത വെള്ളമാണ് പറഞ്ഞത്. കാലകേറ്റി ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി അല്ല നമ്മളുണ്ട്. അപ്പം ജിമ്മിക്ക് വളരെ നല്ലൊരു കൊല്ലം കിട്ടാം, മികച്ച സ്റ്റാർട്ടിങ്ങാണ് കിട്ടിയത്. നമ്മളിന്ന് പള്ളിക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ അഫി കൂട്ടത്തില്ലാത്തതെന്ന് വെച്ചാൽ അഫി നാട്ടിലത്തെ പള്ളിക്ക് പോയി. ഞങ്ങൾ ഇമ്മച്ചിക്ക് കേക്കും സാധനങ്ങളും അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനും ജിമ്മിനെ കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു, നിലമ്പൂരത്തെ പള്ളിക്ക് വന്നു. അപ്പോൾ അഫിൻ്റെ വിചാരം ഞങ്ങൾ ആ പള്ളിയിലതാണ്. എന്നിട്ട് അഫി ആ പള്ളിക്ക് പോയി എന്നെ വിളിച്ച് ചാമ്പിയെ ഞാൻ ഈ പള്ളിക്ക് പോകാം. അപ്പോൾ ബൈക്ക് മേലാണ്, ഓ റൂട്ട് മാറി അതിലെ പോയി, ഞങ്ങൾ റൂട്ട് മാറി ഇതിലെ വന്ന്. അപ്പോൾ അഫി വരുന്നുണ്ടോ? വിളിച്ചു നോക്ക്. അപ്പോൾ അഫീഫിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് കുറച്ച് കേക്കും പരിപാടികളും വാങ്ങണം. വലിയ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ജിമ്മിനെ വിളിച്ചപ്പോൾ തന്നെ എവിടെ വെച്ചു, ഞാൻ വർക്ക്ഷോപ്പിലാണ് പറഞ്ഞത്. 2-ാം തീയതി ആയിട്ടുള്ളൂ വർക്ക്ഷോപ്പിലോ. അത് കഴിഞ്ഞിട്ട് കാറ് കയറിട്ടോ ലാപ്ടോപ്പ് മാറ്റേണ്ടി വന്നു. അയ്യോ അതെന്തേ അല്ല മറ്റത് കയറുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർട്ടിങ് കിട്ടിയാൽ എന്താ പറയുക, പിന്നുള്ള ദിവസം ഇപ്പം എനിക്ക് വരാനുള്ള വലിയ പണികളൊക്കെ വന്നു. പണിൻ്റെ ഈ മാസവും കഴിഞ്ഞ മാസമൊക്കെ നയിച്ച് ഉറക്കൊന്നുമില്ല, നയിച്ച് പണിയുടെ പൈസ നേരെ കൊണ്ടുപോയി കൊടുത്ത് എന്തുണ്ടായത് വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയും ഈ 12-15 ദിവസം കഷ്ടപ്പെട്ട് കല്യാണത്തിന് ഇതിനൊക്കെ പോയി ഉണ്ടാക്കിയ പൈസ കറക്റ്റ് എന്തെങ്കിലും ലാപ്ടോപ്പും വാങ്ങി. ഇനിയിപ്പോൾ കാറിൻ്റെ എ സിനെ നന്നാക്കി, നമ്മളെ എ സി നന്നാക്കി, എറ്റിയോസിൻ്റെ എ സി പോയി. അപ്പോൾ അത് നന്നാക്കി. അപ്പം ഈ പ്രശ്നങ്ങളെന്താ വെച്ചാൽ വരുമ്പോൾ ഒന്നായിട്ട് വരും. എനിക്ക് പണ്ട് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. അല്ല എൻ്റെ ഇത് പതിവാണ്, കാരണം ഒരു കൊല്ലത്തിൽ സാധനങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ്. അപ്പം എങ്ങനെയായാലും എന്തെങ്കിലും സാധനം കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം ലെൻസ് വാങ്ങി, എനിക്ക് ഓർമ്മയുണ്ട്, പുതിയ ലെൻസ് വാങ്ങി. മറ്റേ ഒരു കുത്തു വന്നിട്ടോ അല്ലേ? അതേപോലെ തന്നെ അല്ലോ ഇനി അടുത്ത കൊല്ലം ഞാൻ എന്താണ് റബ്ബേ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഹെവി സ്റ്റാർട്ടിങ് ആയി 26 നമ്മൾ ഹെവി സ്റ്റാർട്ടിങ്ങാണ് ചെയ്തത്. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും കെൻസ് ഉണ്ടാക്കി തന്ന വീഡിയോ മസ്റ്റായിട്ടും കാണാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 2 വീഡിയോ അല്ലേ, നമ്മളെ പരിപാടിൻ്റെ ഫസ്റ്റ് ഔട്ട്, സെക്കൻഡ് ഔട്ട്, തേർഡ് ഔട്ട്, 3 ഔട്ടും കെൻസാണ് ചെയ്തത്. കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കെൻസ് ഇന്ന് പള്ളിക്ക് എന്ത് ചെയ്തു, നമ്മളെ പെരി വന്നാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഫാഷൻ ഒട്ടും കുറച്ചില്ല.
അപ്പം ലാസ്റ്റ് മിനിറ്റിൽ വെള്ള ഡ്രസ്സ് ഇട്ട് പോരണം സുന്നത്ത് കിട്ടണം പറഞ്ഞാണ്ട് ഇട്ടതാണ്. ഇതിനിപ്പോൾ സുന്നത്ത് കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടറിയാം. ചെങ്ങനൊക്കെയുള്ള ശബ്ദം കയറി ഞാൻ പറഞ്ഞേ മേലേക്ക് പോയിക്കോ പറഞ്ഞു, പള്ളിൻ്റെ കത്തീവിന് മുന്നിൽ കൂടെ പോണ്ട, മേലേക്ക് ഓടിക്കോ പറഞ്ഞു. ഞാൻ വെള്ളയാണ്, പക്ഷെ ഒരു എയ്ത്തുണ്ട്. എൻ്റെ വെള്ളമല്ലേ, എല്ലാവരും വെള്ളമിട്ട്. പിന്നെ മറ്റേ ഷർട്ടൊക്കെ അല്ലേ മറ്റേ ഇയർ എൻ്റെ സൈഡിൽ പോയി പള്ളിക്ക് ഇടണേ. പരി ചെയ്താണ്ടോ പരീത്തെ ഒരു 10-60 പാൻറ് ഫുള്ള് റിങ്ങാനെടുത്ത് ഓനെ പാകുള്ളൂ. ആ വേറെ ആർക്കും പാകല്ല. അതേപോലെ ഷർട്ട്, പാൻറ്, ടീഷർട്ട് സാധനങ്ങൾ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്ത് എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട്. എൻ്റെ ഇതില്ലേ ഷെൽഫ്, അത് ഫുള്ള് പോയി ഇനിയിപ്പോൾ ഷെൽഫൊക്കെ രണ്ടാമത് കയറ്റണം. അപ്പം എന്തായാലും ഇന്ന് ഇമ്മച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. ഇമ്മച്ചിക്ക് എത്ര വയസ്സായി? അയ്യോ, അപ്പോൾ ഉപ്പച്ചീൻ്റെ ഉപ്പച്ചിക്ക് എത്രയായി? അല്ല 48 കേട്ടോ. ഉമ്മച്ചി വ്ളോഗ് കഴിഞ്ഞ് തലക്കാണ് കൊട്ടിച്ചു മറ്റേ കറിച്ചട്ടി എടുത്തിട്ട്. അത്രേ ഉള്ളൂ, 44 അങ്ങനെ എന്തോ ഉള്ളൂ, 44. ഉമ്മച്ചിക്ക് കണക്ക് പാളിയതാവും, അഫീനെ പറ്റിച്ചതാവും. അപ്പം ഭാഗ്യട്ടോ. അപ്പം ഉമ്മച്ചി വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പുറത്തിരണം, കാണുമെന്ന് എനിക്കറിയാം. ഉമ്മച്ചി പൊറുക്കുക, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതൊന്ന് ആഘോഷിക്കണം എന്നുണ്ട്. വലിയ ആഘോഷങ്ങളില്ല, ചെറിയ ആഘോഷങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേക്കൊക്കെ വാങ്ങിയിട്ട് ഒന്ന് കൈയൊക്കെ കൊട്ടി പിരിഞ്ഞു പോകണം എന്നുള്ള പരിപാടിയാണ്. അപ്പം നാളെ നമ്മൾ ചാവക്കാട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒന്ന് രാവിലെ വരേണ്ടതേനി, പക്ഷേ ഇന്ന് ചില കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ആഘോഷിച്ചിട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നാളേക്ക് വരേണ്ടി വന്നു. അപ്പോൾ നാളെ ഈവനിങ് നമ്മൾ ചാവക്കാട് ഉണ്ടാവും. ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ 3-ാം തീയതി വൈകുന്നേരം ചാവക്കാട് ഉണ്ടാവും. അപ്പോൾ ചാവക്കാട് നടക്കാൻ പോകുന്നത് ഇനോഗ്രൽ ഫംഗ്ഷനാണ്. ഇനോഗ്രൽ ഫംഗ്ഷൻസും ഷോസും തമ്മിൽ മാറ്റമുണ്ടാവും. ഷോസ് പറഞ്ഞാൽ ഒരുപാട് നേരം ഉണ്ടാവും, ഒരുപാട് പാട്ടുണ്ടാവും. ഇനോഗ്രൽ ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഒരു 3-4 പാട്ട് നമ്മളൊരു ചുരുങ്ങിയ സമയം എന്നുള്ള രീതിയിലാവും. അപ്പോൾ അതിന് പ്രിപ്പയർ ആയിട്ട് വരും, ആരും ഷോക്ക് പ്രിപ്പയർ ആയിട്ട് വരരുത്. സോ പക്ഷെ എന്നാലും നമ്മളെ പ്രസൻസ് ഉണ്ടാവും, നമ്മൾ പാട്ട് പാടും, ഞാൻ പാടും, മീച്ച് പാടും, അങ്ങനെയാവും പരിപാടി ഉണ്ടാവുക. സോ എന്തായാലും ഫുഡൊക്കെ വന്ന് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് വാങ്ങാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വ്ളോഗ് ഉടനീളം കാണുക. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അഫി വന്നു. അഫിൻ്റെ കൂടെ തന്നെ തൃശ്ശൂരിൽ നിന്നും നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണ്. നമ്മളെ വന്ന് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞോട്ടല്ലേ പറഞ്ഞിട്ടാണ് നോക്കിയത്. എന്താണ് പേര്? എന്താണ്? അമ്രാസ് ആദം. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? യു കെ ജിയിൽ എത്തിയിട്ടുള്ളൂ. ഏത് സ്കൂളിലാണ്? ICC. ഓക്കെ. അപ്പോൾ തൃശ്ശൂർ സ്വദേശിയാണ് കേട്ടോ. ഗെയിമറാണ് ആള്. ഏത് ഗെയിം കളിക്കല്? ഫ്രീ ഫയർ. അപ്പോൾ ഇതാണ് ഏട്ടൻ കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായി, ഇങ്ങനെ ഒരു വലിയ ഹെഡ്ഫോൺസ് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ പുറകിൽ, കാരണം അഫീഫ് ഇത് കുറേ തോളത്തിട്ട് നടന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരാളുടെ ഉപനല്ല, ഇതിൻ്റെ പുറകിലുള്ള ശക്തി ആരാന്നറിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഓൻ കയറി വന്നത്. പേര് മുഹമ്മദ് ഹനാൻ. ഓൻ്റെ പേര് ഹനാനാണാ? എങ്ങനെ? 3 ആൺകുട്ടികളാ? ഞമ്മക്കും വീട്ടിൽ പറയാം, ഞാൻ അനിയന്മാർ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം, അതെന്നെ വീട്ടിൽ പറയാം. എന്താ പനിക്കാൻ വാങ്ങി തരാ? ഇതെന്താ ഗൂഗിൾ പേയിൽ ഇത് പൈസ അയക്കണ്ടായിരിക്കോ ചെറുക്കം? ഇപ്പോൾ കുറച്ച് ഫണ്ട് ചിലപ്പോൾ പോട്ടാ. ഏത് ഗെയിം കളിക്കല്? ഫ്രീ ഫയർ. അതാണ് ഇഷ്ടം. അപ്പോൾ ബോൺ ഗെയിമറാണ്, ഒരു ടക്കിയാണ്. എന്താവണം എന്നാണ് ആഗ്രഹം? അത് നമ്മുടെ ആകാശത്ത് പോയി പഠിക്കില്ലേ, ആസ്ട്രോണറ്റ് ആവണം എന്നാണ് ആഗ്രഹം. ഓ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മാഷുള്ള വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാ. കെൻസ് അങ്ങനെ ആസ്ട്രോണറ്റ് ആവാൻ വേണ്ടി ബിടെക് എടുത്തു, ഇപ്പോൾ സപ്ലൈ അടിച്ചിരിക്കുന്നുണ്ട്. സപ്ലൈ ഇല്ലല്ലോ, ചെറിയ. അപ്പോൾ ആസ്ട്രോണറ്റ് ആവണമെന്നാണ് ആഗ്രഹം നടക്കട്ടെ. കൈ ഫുഡ് വെച്ചാൽ ഉഷാറാവട്ടെ. അപ്പം നമ്മളെ നിലമ്പൂർ ഒരുപാട് ആൾക്കാർ വന്ന് പഠിച്ച സ്കൂളാവും PVS പബ്ലിക് കേട്ടോ. അപ്പോൾ PVS പബ്ലിക്കിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നതാണല്ലേ. ഉഷാറാവട്ടെ കേട്ടോ, നമുക്കറിയുന്ന സ്കൂളാണ്. സൂപ്പറാവട്ടെ, നല്ല രീതിയിൽ പഠിച്ച് ആസ്ട്രോണോട്ടായി ഉഷാറായി വരട്ടെ. ഗെയിമിങ്ങും വിടരുത്. ഓക്കെ, രണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകണം. പണ്ടത്തെ പോലല്ല. ഇപ്പോൾ ഗെയിം കളിച്ചാലും കാര്യമാണ്. പണ്ട് ഗെയിം കളിച്ച് വെറുതെ ടൈം കളയാനായിരുന്നു. അപ്പോൾ അതുപോലല്ല, ഉഷാറാക്കണം.
ഓക്കെ, നമ്മളെ എല്ലാവരോടും ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഒരു ഹായ് കൊടുത്തേ മുട്ടേ. ശരിക്ക് കൊടുക്കേ. ഹായ്. ഈസി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ടിപ്പുകൾ എന്തൊക്കെ യൂട്യൂബിൽ കാണണേ? ഓനോട് ഉമ്മ ചെയ്യും. ജീവനെ കണ്ടുക്കണോ ചോദിച്ചു. അതിങ്ങനെ നോക്കി ഉമ്മ എവിടെ വെച്ചു യൂട്യൂബിൽ കാരണം യൂട്യൂബാണേ. എന്നാ കാണട്ടോ. ഭക്ഷണം ഇവിടുന്ന് കഴിക്കണോ നമ്മളെ കൂടെ? പോയി മലയാളി ഇത് ഹെഡ്ഫോണായിട്ടും യൂസ് ചെയ്യുക. ഇനി ഉറക്കം വരാൻ ഹെഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അത്രയും വലുപ്പമുണ്ട്. ഇതണ്ടതല്ലേ? അപ്പോൾ ഇതെല്ലാം കാണാട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഭക്ഷണശേഷം ഉമ്മച്ചിക്കുള്ള കേക്ക് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല, പുതുമകൾ നിറഞ്ഞ കേക്കുകളാണ് ഇപ്പോൾ. ഇതെന്താ? ഒരു ചമ്പാഗ്നി, കൊമ്പൂച്ച, നോൺ ആൽക്കഹോളിക് ബിയറോ? പൊളിച്ച് വിളിച്ചൂലേ? സുഹൃത്തുക്കളെ, എനിക്കൊന്ന് ക്രിസ്മസ് പ്രമാണിച്ച് വൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നണ്. അപ്പം എന്തായാലും നമുക്ക് കേക്കിലേക്ക് മടങ്ങി വരാം. അപ്പോൾ കേക്കുകൾ പല വിധത്തിലുള്ള കേക്കുകളാണ്. കാക്കേ കേക്ക് അഫീഫിന് ഇതിൽ ഏത് കേൾക്കാൻ പറ്റിയേ? അഫീഫ് തിരിച്ചു വന്നിട്ടുണ്ട്. അഫീഫ് ലൊക്കേഷൻ മാറിപ്പോയിരുന്നു. നമ്മളെ ജിമ്മിലെ സുഹൃത്തും വൈകാട്ടിയാണ്. നമ്മളെ ട്രെയിനറാണ് കേട്ടോ. കൈ ബൈസെപ്സ് ഒക്കെ കണ്ടോ? ഒരു ആനനെ മറിച്ചിടാനുള്ള ശക്തിയുള്ള ആൾക്കാർ. ഇപ്പൊ ജിമ്മ പോയല്ലോ. ഞാൻ വരും കേട്ടോ. ഞാൻ 1-ാം തീയതി വരണം കരുതിയാ. ഇപ്പൊ 2-ാം തീയതി കഴിയാനായി. വരുന്നുണ്ടേ, വാ പോവാൻ നിക്ക. കേക്കിന്റെ ആളാ ഏത്? ഇതെന്ത് കേക്കാ? പുളി ഉണ്ടാവും, പക്ഷെ അടിപൊളിയാണ്. ബ്ലൂബെറി പുളി എന്തൊക്കെ ഒപ്പേരന്റെ പ്രത്യേകത എന്താ? അത് ആൽമണ്ട് അരച്ചാൻ്റെ ബേസ് ആവും വരിക. അത് മൈൽഡ് കോഫി ചോക്ലേറ്റ് ഫ്ലേവറാണ് വരിക. ബദാം അരച്ച് പൊടിച്ചത് അരച്ചുണ്ടാക്കി. ഇത് വാങ്ങിയാലോ ഈച്ചോ? എടാ ഈച്ചോ, എന്താ വർത്താനം? ഏതാ നല്ല? ഇന്നും ഉമ്മാന്റെ വർത്തന കേട്ടോ. 40 സംതിങ്, 43 44 ഉറപ്പായിട്ടും. ഇത് നല്ല കേക്കാ. പക്ഷെ എന്താ പേരെങ്ങനെ ചെയ്ത് ഞങ്ങള് ആ മുന്തിരിമ കൂടെ? എന്നാ കാണാം. ബൈ. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ ജിമ്മില് നമ്മള് ഇക്കൊല്ലം നമുക്ക് എന്തായാലും ജിമ്മ് ആളുടിക്കണം ജിമ്മില്. ഇതാ വരുന്നേ. വെക്കേഷനാണേ. അതിൽ തന്നെ പോയത് നന്നായി. അല്ല ആകെ കേരള നിങ്ങള്. ശരി. ഇല്ലല്ല, എന്താ പറഞ്ഞേ? ഒന്ന് കട്ട്. ഞാൻ ആശ്ചര്യപ്പുറത്ത് ചോദിച്ചതാണ്. പാശാക്ക അതന്നെ എടുക്കാം. ചീസ് കേക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ. വെറൈറ്റി ഉണ്ടാവില്ലേ? ഓക്കെ. കടക്കാരൻ സലീമാക്കെ മുറിച്ചോക്കാം. അപ്പൊ ഇതാണ്ടോ ഇതാണ് നമ്മളെ കേക്ക്. അപ്പൊ പാശക്കാരൻ നമ്മള് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ചെറുപ്പം മുതൽ, അതായത് ഞാൻ ഇമ്മച്ചി കൈനറ്റിങ്ങളിൽ വെച്ച് ഇമ്മച്ചി പണ്ട് ഫാർമസിയിൽ നിൽക്കുന്ന സമയത്ത്, ഫാർമസിയിലാണ് ഇമ്മച്ചി. നമ്മളെ കടന്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് മൂപ്പർക്ക് ബേക്കറി വെച്ച് പോവാ
ഇവിടെ നോക്കിയാൽ മോനെ നോക്കണം കേട്ടോ പറഞ്ഞാണ്ട് അവിടെ നിർത്തി പോകും. ഷോപ്പിൽ എന്നിട്ടില്ല ബിസ്ക്കറ്റ് എടുത്ത് നീനിയാ തീർന്നിട്ടില്ല പൈസ പാലൊന്നും വാങ്ങിക്കണ്. ബിസിനസ് മൈൻഡ്. അപ്പൊ പാശാക്കാരന്റെ പീടിയ ഇമ്മച്ചിക്ക് ഒരു ഫാർമസി ഉണ്ട് എനിക്ക് കരുളായിൽ. അപ്പോൾ ആ ഫാർമസിന്റെ തൊട്ടിപ്പുറത്ത് പാശാക്കാരന്റെ ബേക്കറിന്. അപ്പം ഇവിടെ ഇനി ഞാൻ പോകുമ്പോൾ ചെറുപ്പം തൊട്ട് ഞാൻ ഈ ഫാർമസിയിൽ നിന്ന് എന്നെ കൊണ്ടുവരുത്തുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞാൽ തന്നെ ബേക്കറി കാണുന്നുണ്ട്. അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ലൈസൊക്കെ വാങ്ങി തന്നിക്കണം അന്ന് കുറേ അല്ലേ. അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? നിങ്ങൾ അത്രയും ചെറുപ്പത്തിൽ ഇന്നെ ഓഡിയൻസ് പോലും കണ്ടിട്ടില്ല. അന്ന് കണ്ടതിന് ശേഷം ഇപ്പം ഈയിടെ ഞാൻ കാണുന്നത് മീൻസ് ഇല്ല. അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു 10-15 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് ഇവിടെ വെച്ചിട്ട് കാണുന്നത്. ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയാണ് ഒരു അലമ്പ് ചങ്ങായി കഴിഞ്ഞോ അതോ എനിക്കറിയാത്ത സകലകലാവല്ലഭം അന്നെ ഞാൻ പറഞ്ഞത്. അന്ന് തന്നെ ഒരു നിലയിലെത്തും അന്ന് തന്നെ സകലകലാവല്ലഭം അന്ന് പറയാം. അന്ന് പറയാം. അപ്പൊ അതാണ് ഓർമ്മകൾ. ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ഇമ്മച്ചിട്ടോ. അത് എഴുതിപ്പിച്ച അല്ലേ അമ്മച്ചി എന്നൊക്കെ എഴുതും. വെറൈറ്റികൾ ഉണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ. വെള്ളിയാഴ്ച പള്ളിക്കിടാൻ പറ്റിയ സാധനങ്ങൾ തന്നെ ഇട്ട് വന്നിക്കണേ. ഹായ് ഹലോ. ഓ ശരി ഞാൻ എടുത്തരാം. ഏതിനാ വീഡിയോ എടുക്കണം? അപ്പം കേക്കയില പോയ ഹിൻലെസ് ബ്ലാക്ക് ടീഷർട്ട് നിങ്ങളുടെ കറുത്ത ദിനങ്ങൾ മനോഹരമാക്കാൻ ഏതൊരു വൈറ്റ് പാൻറ്റിലേക്കും ഏതൊരു ബ്ലാക്ക് പാൻറ്റിലേക്കും ഏതൊരു ബ്ലൂ പാൻറ്റിലേക്കും മാച്ചായി പോകുന്ന ഹിൻലെസിൻ്റെ ഹഗ് യുവർ ഹോമീസ് ഏറ്റവും കൂടുതൽ സെല്ലായിട്ടുള്ള ടീഷർട്ടിലൊന്ന് ആദ്യത്തെ സ്റ്റോക്ക് കഴിഞ്ഞ് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്ന ഒരേ ഒരു ഐറ്റം. അതുപോലെ ബാക്കിൽ മറ്റേ ഹിൻലെസ് ചെയ്തത് റീസ്റ്റോക്കാണ്, ഫുള്ള് റീസ്റ്റോക്കാണ്. ഫെറി കൊള്ളാം. എന്താ വെച്ചാൽ ഇതാണത് മാറ്റി ഇറക്കണാണ് മറ്റേ കമ്പനിക്ക്. അല്ല ഫെറോന്റെ അല്ലത്, ഇത് മറ്റേ സാധനം റഫേലോ ഒക്കെ ഫെറിന്ന് വരിട്ട് ഓളെ പറ്റി എന്താ ചെറുച്ചിന് അങ്ങനെ എന്നിട്ടേ ഇപ്പോൾ സ്കൂളിൽ പോലെ തുടങ്ങിയില്ലേ ചോദിച്ചു. ഐ ലാഫി കണ്ടപ്പോ ഓക്കെ. ഓ എടുക്കാൻ പറ്റുമല്ലോ. ആദ്യങ്ങള് ഗ്ലാസ് വേണ്ട, നിങ്ങളെ ഹൈലൈറ്റ് നിങ്ങള് ഗ്ലാസ് അങ്ങനെ പറ്റില്ല. അപ്പളെ സ്റ്റൈൽ ഉണ്ടാവുള്ളൂ കേട്ടോ. കിട്ടിയോ നീച്ചു അഫീബ ആര് നിങ്ങളെ പറ്റിച്ചണോ ചിലപ്പോ. പക്ഷെ ഞങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങളൊന്ന് പോവാ. എപ്പോ ഇപ്പച്ചിന്റെ പറ്റിക ലിസ്റ്റിൽ പെട്ട ആൾക്കാരാടാ ഒക്കെ. ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ് ഖൈർ. ഓക്കെ ആസിഫ് കൈ കൊടുക്കൂ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ എന്ത് ഓ നിങ്ങള് സീനായിത്താട്ടോ. പേനോണ്ട് കയ്യശ്വരം ആർക്കും കിട്ടും, പക്ഷേ ഈ കുറ്റി കൊണ്ട് കയ്യശ്വരം കിട്ടണമെങ്കിൽ ഒരു റേഞ്ച് വേണം. ഇമ്മച്ചിന്ന് എവിടെ ചെയ്തു നമ്മള് കൊള്ളോ അടി പോവാ മതി. ഓ ടെൻഷൻ ഉണ്ടോ? ടെൻഷനായി ഇതിനെ പിടിച്ചിട്ട്. എന്നാ ഇമ്മ മതി ചീ വേണ്ട. പോയി അത് നമ്മൾ കണക്ട് ചെയ്തു. അതിവിടെ പിന്നെ സ്പേസ്
അപ്പം ഇമ്മച്ചി എന്നുള്ളത് എന്ത് ബർത്ത്ഡേന്റെ വൈമ അല്ല ഇതൊക്കെ മതി, നോ പ്രോബ്ലം. ഇത് ഞാൻ എന്തെങ്കിലും കുത്തി വെക്കോ അതോ അങ്ങനെ തന്നെ വെക്കോ? ചോക്ലേറ്റ് ആണ് ഈ ബോർഡ്, ചോക്ലേറ്റ് ആണ്. ആ അപ്പൊ ഫിക്സ് ആയി, മുറിച്ച് തന്നാൻ പറ്റും. എന്നാ അത് പാക്ക് ചെയ്ത് തരാം. വെറൈറ്റി കേക്ക് കാണാൻ വലിപ്പം കുറച്ച് കമ്മിയാണ്. ഹായ്, എന്താ പേര്? ഇങ്ങോട്ട് വാ, അവിടെ ഇങ്ങനെ നിൽക്കണേ. അസ്സലാമു അലൈക്കും. പേരെന്താണ്? ആ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പോലെ ഒറ്റക്ക വന്ന് വിളിച്ചൂടെ ഫുഡ് കഴിക്കാൻ വന്ന? എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? കട്ട്ലറ്റോ? വേറൊന്നും ചിന്തിച്ചോന്നില്ല. ഇഷ്ടം കട്ട്ലറ്റ്. കട്ട്ലറ്റൊക്കെ എന്ത് ജ്യൂസ് കിട്ടിയാൽ കുടിക്കും? ഇത് ചെതറാക്സ് മൂടാട്ടോ. എത്ര ക്ലാസ്സിലാ? ഏയില ആണോ? ചെറിയ കുട്ടികളൊക്കെ വലിയ വലിയ ക്ലാസ്സിലാട്ടപ്പോൾ ഉഷാറാവട്ടെ. സ്കൂൾ തുറന്നോ? ക്രിസ്മസ് പരീക്ഷൻ്റെ പേപ്പറുകൾ കിട്ടിയോ? ക്രിസ്മസ് പരീക്ഷ ആ CBSE ആണ്. ഓക്കെ, അപ്പോൾ പേപ്പറൊക്കെ കിട്ടി. CBSEയിലെ ഓണത്തിന് കഴിയും ക്രിസ്മസ് പരീക്ഷ? അപ്പോൾ ഓണപരീക്ഷ ഇപ്പോൾ കഴിയും. ഇതിന് ന്യൂ ഇയറിന് കഴിയുമോ? തിരക്കടിയില്ലല്ലോ സ്കൂള്. എന്നായിക്കോട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ. കട്ട്ലറ്റ് വാങ്ങി തരട്ടെ? എൻ്റെ വക പ്ലീസ്, 2 കട്ട്ലറ്റ് പ്ലീസ്, പാർസൽ പ്ലീസ്. കഴിച്ചോ? താങ്ക് യു. ഇതാ പിടിച്ചോ. QR എത്ര രൂപ? അങ്ങനെ വേണ്ട. അല്ല അങ്ങനെ എപ്പോഴും ഇവിടെ തന്നെ വാങ്ങലി. പക്ഷേ എന്നാൽ താങ്ക് യു. കാണാം. ഓക്കെ, അപ്പം കേക്ക് വാങ്ങി ഈച്ചും ആഫി എല്ലാവരും ഞങ്ങൾ പുറപ്പെടുകയാണ്. നമ്മൾ സ്ഥിരം വരുന്ന ബേക്കറി ഉണ്ടോ? ആ കുന്ത പ്ലേറ്റുകൾ വാങ്ങാം അല്ലേ? മേഘതിരി ഉണ്ടോ? ഇതുണ്ടോ? ബ്രൈറ്റ് ടു ബി, ബ്രൈറ്റ് ടു ബി, ബ്രൈറ്റ് ടു ബി. മേഘതിരി വെറുതെയാണ്, മറ്റേ മേഘതിരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലവ്, ഇതെന്താ ലവിന് 2? ലോവി, ഇത് കൂടുതൽ സ്നേഹം തുളുമ്പണ മാപ്പിളമാരൊക്കെ ലോൽക്ക് ഇത് എടുക്കട്ടോ. ലോ ബ്രൈഡ് അത് വേണ്ട. ഇത് കുഴപ്പമില്ല, ബട്ടർഫ്ലൈ. ബോയ്, ഇറ്റ്സ് എ ബോയ്. ആ മേഘതിരി കത്തിച്ചാ എന്നാ കത്തിച്ചാ അല്ല എന്ത് ഈ കാണാൻ മേഘതിരി. ഇത് മതി. നമ്പർ വേണോ അല്ലാത്ത വേണോ? നമ്പറോ? ഇത് മതി, ഇത് മതി. ഇതാണ് നിലമ്പൂരത്തെ ഒരേ ഒരു ഗൾഫ് ബസാർ കേട്ടോ. വേറെ ഗൾഫ് ബസാറുണ്ട് നമുക്ക്. പക്ഷെ പണ്ടൊക്കെ അപ്പോൾ ഈ ഗൾഫ് ബസാറിൽ വരാത്ത നിലമ്പൂരുകാർ വിരളാവും കേട്ടോ. പൈസ മാറ്റാനും ഈ എക്സ്ചേഞ്ചിനും ഇതിനൊക്കെ പണ്ടേ വരുന്ന ഗൾഫ് ബസാറാണ് നിലമ്പൂരിലെ ഒരേ ഒരു ഗൾഫ് ബസാർ. പക്ഷെ നാഷണലാണല്ലേ. പറയും എവിടുന്ന് നമ്മൾ എത്ര നേരം സംസാരിച്ചിരിക്കണേ? തീ കുടിക്കാനോ? ടീ കുടിക്കാൻ അവിടുന്ന് കണ്ടിക്കണേ. ശാന്തിത്തെ അഫ്ലൂന്റെ ഒക്കെ സാറേ പറയും. മെമ്മറി നല്ല മെമ്മറിയുള്ള ആളല്ലേ പറയും. സാറേ ഇപ്പച്ചിനെ ഇങ്ങനെ കൗണ്ടർ ഇടുന്നതാണ്. അപ്പച്ചിക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് പറയണം. എനിക്ക് ഓർമ്മ ഉണ്ടാവലുണ്ട്, പക്ഷെ എനിക്ക് കിട്ടണില്ല. സ്റ്റീലിന് കിട്ടിയില്ലേ? അബ്ദുറഹ്മാൻ മാഷേ
എന്നാലും പറഞ്ഞു നോക്കി ആരാണ് ഈ പറയാതൊരു സസ്പെൻസ് ആവട്ടെ. ഇത് ഉമ്മച്ചിക്ക് ഇപ്പൊ സർപ്രൈസ് കൊടുക്കല്ലേ, അപ്പൊ ഇത് ഉമ്മച്ചിന്റെ ബർത്ത്ഡേക്കുള്ള ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പൊ ഇത് ആരാണെന്നുള്ള എല്ലാരും പറയാട്ടോ. എല്ലാരും കമന്റ് ചെയ്യാ ആരാണെന്നുള്ള. അപ്പൊ പറഞ്ഞേരിയേ അതാണ് സ്റ്റീൽ എനിക്ക് പറഞ്ഞു തന്നോളും. ഇപ്പച്ചിനായിട്ട് അറിയും. നല്ല ഉമ്മച്ചിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിക്കണ് ടീച്ചറാണോ നിങ്ങള്? അല്ല, ഇപ്പച്ചിനായിട്ട് അറിയും. ഇപ്പച്ചിനോട് ചോദിച്ചാൽ മതി. ഇപ്പച്ചി എന്നും ഇങ്ങനെ പറയണതാണ്. അതെ ഞാൻ അങ്ങനെ പറഞ്ഞത് പ്രത്യേകമായിട്ട്. ഞങ്ങൾക്ക് സ്റ്റീൽ ക്ലിയർ ആയിട്ട് ആയിക്കോട്ടെ, അവനോട് ചോദിച്ചോക്കാം. നല്ലോണം ഞാൻ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. അത് വരി പറ്റിച്ചു. വീട്ടിക്ക് പോയി അല്ല ഇപ്പൊക്കെ എന്താ അറിയോ ഞങ്ങള് നീ എന്റെ വീട്ടിൽ എന്താ വരാന്ന് അറിയോ പറഞ്ഞിരുന്നു. അതും പറഞ്ഞോ എപ്പോ അതൊക്കെ ഈ പറ്റിച്ചു. ഞാൻ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കണ ആളാ. ഞാൻ വരും എന്നൊക്കെ പറയണ്ടേ. ശരി, താങ്ക് യു. ഇപ്പച്ചി ഇപ്പൊ ഫുള്ള് ആക്റ്റീവ് ആണ്. ഇപ്പച്ചിക്ക് പണ്ട് ഇത് എന്താ അറിയില്ല, ഇനി ഇപ്പോഴാണ് ഇത് മൈക്കാണ് ഇത് ക്യാമറയാണെന്നൊക്കെ മനസ്സിലായി ഇങ്ങനെ വരുന്നത്. പാവം എന്നാ കാണാ. ഞാൻ ഇപ്പൊ ഇപ്പച്ചിനോട് നിങ്ങൾ എന്താ പറയണ്ടേ? അല്ല കാര്യം സിനി. ആ നിങ്ങൾ നമ്മളെ കുടുംബാണോ? അല്ല കുടുംബത്തിലൊരു സിൻതാത്ത ഉണ്ട്. പക്ഷെ ആ സിൻതാത്ത വേറെ സിൻതാത്തല്ലേ, അഞ്ചാമത്തെ. അപ്പൊ സുഹൃത്തുക്കളെ, പോപ്പറും ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് വാങ്ങിക്കോ, ഐ ലവ് ഇന്ത്യ. അത് വാങ്ങിക്കോ. ഹൽദി സെറമണി ഇത് വാങ്ങിയാലോ? വീട്ടിന് കട്ട. എന്ത് ഹൽദിന്നോ? ഹൽദി സാധനല്ലേ? സാധനല്ല, പറ്റിച്ചു. പിരാന്തടാ. അതൊക്കെ വർക്ക് ചെയ്യണ്ടോ? ഇവിടെ ഫുള്ള് വർക്ക് ചെയ്യണത്. അപ്പ് ബ്രോ പാട്ടൊന്ന് ഓഫ് ആക്കിയോ? പാട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇമ്മച്ചി വന്നിട്ടില്ല. ഇമ്മച്ചിന്റെ ബർത്ത്ഡേ ആണെന്നേ. ആ ഞാൻ പറയാം, ഒന്ന് പാട്ടൊന്ന് ഓഫ് ആക്കി തരാൻ പറയോ? പാട്ടൊന്ന് ഓഫ് ആക്കി തരുമോ? കോപ്പിറൈറ്റ് ഇട്ടു. ഓഫാക്ക് കോപ്പിറൈറ്റ്. ഇത് ശരിക്കും എന്താ സാധനം? കേക്കുമ്പോ പേര് നല്ലത്. ദൈവമാണ് പേര്. അവിടുത്തെ സാധനം ഇങ്ങനെ തന്നെ പിടിച്ചാനുള്ള സാധനം. ഓ അങ്ങനെയാണ്. ആ അതിനല്ലേ ഇവിടെ വരാൻ പറഞ്ഞത്. നിങ്ങളിങ്ങോട്ട് വരി. സുഗതന്റെ രണ്ടാമത്തെ ജീവിതമാണിത്. സുഗതന്റെ പുനർജന്മമാണിത്. സുഗതൻ ഇനി അങ്ങനെ ഇപ്പൊ ഞങ്ങളെ കാട്ടുക. ഓണം പറയട്ടെ ഞാൻ എപ്പോ ഞങ്ങള് കാട്ടിയില്ലല്ലോ. നമ്മളെ ഫുള്ള് ചവിട്ടി കൂട്ടിയുണ്ട്. അന്നെ കട മാത്രം ആയോന്നോ? ഇത് തിരക്കടിയില്ലല്ലോ. ആ കത്തിന്റെ സെക്ഷൻ എവിടെയാ? ഇവനാണെങ്കിൽ ആരേക്ക് പാക മാറിക്ക. ഇതെന്തിനു യൂസ് ചെയ്യണ? പണ്ടത്തെ കവികളെ ഇത് കത്ത് ചെയ്തുമ്പേ ഇങ്ങനെ ഫീൽഡ് കത്ത് ചെയ്താണ്. ഇങ്ങനെ ഇടയ്ക്ക് ചെവി കുത്തും ചെയ്ത് ചെങ്ങായി. ഓല ക്യാമറ അല്ല ബലെ ഫോട്ടോ എടുക്കാന് നിങ്ങൾ വരണ്ട. ബല് മതി എടുക്കണേ. ഇങ്ങോട്ട് വരി. ഡേ ഇത് ഇനി വർക്ക് ചെയ്യണ്ടോന്ന് ഇത് പൊട്ടിച്ചാണ് ടെസ്റ്റ് ചെയ്യല്ലോ കേട്ടോ. ഇത് വർക്ക് ചെയ്യും. ഇപ്പൊ മറ്റേ സ്പ്രേ ക്ലീൻ ചെയ്ത് തന്നെ എടാ ഞാൻ പറയട്ടെ, ഇവർക്ക് വന്നൊറ്റ ബുദ്ധികളാണ് ഈ നിൽക്കുന്ന സാധനങ്ങളൊക്കെ. ഒരു സ്ഥലത്ത് പോയാൽ ഒറ്റ ബുദ്ധി കൊണ്ട് എന്തൊക്കെ ചെയ്യും. അപ്പോൾ നേരെ വന്നിട്ടേ ഏതെങ്കിലും ഒരാൾ പീടിയിൽ പോയിട്ട് ഇങ്ങനത്തെ സ്പ്രേ വാങ്ങിയിട്ട് അടിച്ചു നോക്കുമോ? ഇപ്പം വന്നിട്ടേ വർക്ക് ചെയ്യുന്നുണ്ട്. പൊട്ടിച്ചല്ലോ വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്നെ പോലെ ടീമൊക്കെ നേരെ വന്നിട്ടേ പേരെന്താ? ദിൽഫ ജോ ഹാൽ കേ കിത്നി ബൈ. ഹൈദർമാനെ നമ്മളെ ഇത് പൊട്ടിച്ചല്ലേ? ഞങ്ങളെ തലമുറ അവിടെ പോയി പൊട്ടിച്ചോ?
ഓ ഈ സാധനം ചെറുപ്പത്തിൽ ഇതിലാടെ കന്തറീസേനി ഇതൊക്കെ ചെറുത് ഇതൊന്നും അലമ്പില്ലല്ലോ. ഹായ് ഹായ് ഹലോ ക്യൂട്ടി എവിടെ അമ്മല്ലേ? അസ്സലാമലൈക്കും. പേരെന്താ? പേരെന്താണ്? ഓ നാണക്കാരത്തി. ഇതൊക്കെ ഇപ്പൊ മേലക്കാക്കിയോ? ഇതൊക്കെ അടിയിലല്ലേ അതിന്? അതെ ഓരോ റാന്തലെടുത്തോ വെളിച്ചം കായാന്. ആ ഇത് വേണം. ഇതൊരു 100 പേരല്ലോ എന്നാലും എടുത്തോ. ഹാപ്പി ആവട്ടെ മെസ്സി. ഹാപ്പി ബർത്ത്ഡേ. നല്ല കളർഫുൾ. ഇത് നല്ല രസമുണ്ട്. ഇത് ഒന്നുകൂടി ഭംഗി രസമുണ്ടോ ഫിയ? ആടോ ഇതൊക്കെ പൊട്ടുട്ടപ്പോ ആ മതി കൊള്ളുണ്ട്. ആ എൻ്റെ ബർത്ത്ഡേ എന്നാ? എൻ്റെ ബർത്ത്ഡേ എന്നാ? എന്ത് മെയില്? ആ ചങ്ങായി ഡേഞ്ചർ ആട്ടപ്പോ. എനിക്കെന്താ വേണ്ടി എൻ്റെ വക? ഈ പറയുന്ന സാധനം ഞാൻ എൻ്റെ വക വാങ്ങിത്തരും. ഇജി പറയുന്ന സാധനം എനിക്ക് വാങ്ങിത്തരും. ഈ സാധനം സൈക്കിളിന്റെ റിങ്ങുമ്പോ തൊട്ടിച്ച വീലും ഒട്ടിച്ചാണല്ലോ. നാട്ടിൽ എൻ്റെ പോലത്തെ സൈക്കിൾ ആരടുത്തും ഉണ്ടാവില്ല. അമ്മരി രാത്രിക്ക് ഇതിന് ലൈറ്റ് വരും. എന്താ വേണ്ടി? സെഷൻ മാറാൻ പറ്റില്ല കേട്ടോ. അവിടേക്ക് കളിപ്പോക്കുകളുണ്ട്. ഒരു റാന്തൽ എടുത്താലോ? 130 ഇത് ഷറാന്തൽ. ഇതെന്താ സാധനം അറിയോ എനിക്ക്? ക്ലേ. എന്താ വേണ്ടി? എന്നാ വേറെന്താ വേണ്ടി? ഇതല്ലേ? ഇതെന്താ സാധനം? ഇത് 100 വാങ്ങലുണ്ട്. ഇതെന്താ? അതിനെ കൊണ്ട് എന്താ ചെയ്യാ? എന്താ ചെയ്യാൻ പറ്റുക അതിനെ കൊണ്ട്? പേപ്പർ സോപ്പ്. എന്താ വണ്ടീൻ്റെ മുത്തിനെ? ഏതാ വാണ്ടിയായി? ഇത് എൻ്റെ ഒപ്പം പാട്ടോ. ബില്ല് ചെയ്യുമ്പോൾ ഹായ് ഓർഡർ. ഹലോ ആരാണ് തൊപ്പിയൊക്കെ ഇട്ടിട്ട്? ഓളെ പേരെന്താ? ഇസു. ഐറ ഇസ്വ. ഓക്കെ ട്ടാ ശരി. ബൈ ഐറ. ബൈ ബൈ. അഫീഫിൻ്റെ കൂടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഫോട്ടോ എടുക്കുന്ന കാഴ്ച. ബഹുമാനപ്പെട്ട അഫീഫ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നു. താത്താനെ വിളിച്ചേ. ഇത് ഇതും ഒരു ബലൂൺ, വാട്ടർ ബലൂൺ അല്ലേ? ഇത് നടിന് വില്ലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ലിസ്റ്റ് കൂടും. നാജിയാരാ? നമ്മളെ TTC പഠിച്ചേ? 9 8 ഓക്കെ. എന്താ വർത്താനം? സുഖം? ഉഷാറായിട്ട് പോണോ? ഓ മാഷാല്ലാ. ഇവളെ പരിചയപ്പെട്ടു ഇപ്പം കുറച്ചു നേരം മുന്നേ. ഫോട്ടോ എടുക്കാ? ബാ കുഞ്ഞാ ബാ. എൻ്റെ അമ്മച്ചൊക്കെ എൻ്റെ ഒപ്പം പഠിച്ചാ വാ. ഒരു ഫോട്ടോ. വെള്ളമാണെന്നൊന്നുമില്ല. അതുകൊണ്ട് വരുത്തിയാൽ മതി. സോപ്പാണ് ഇത്. കണ്ടോ വരത്ത് ഇത് കയ്യിന് കടാന്നൊക്കെ കണ്ടീനു. ഒന്നും എടുക്കാതെ വരുത്താൻ പാടില്ല. എന്തെല്ലോ എടുത്തിട്ട് വരുത്താ. ബോംബ് എത്തിച്ചെറു പോലും ഇതെന്താ സോപ്പാവാത്ത? ഇതാ സോപ്പടാ. സോപ്പല്ല, ഇത് ടിഷ്യൂ ആണ്. എടാ ഇത് ടിഷ്യൂ സോപ്പാ. സോപ്പല്ലേ? ടിഷ്യൂ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. ടിഷ്യൂ ആയി വരണ്ടേ? ഓല്ലേ ടിഷ്യൂ ഉണ്ട്. അന്ന് പാടത്ത് നമ്മള് കുളിച്ചില്ലേ? അന്ന് കൊണ്ടു. അത് ഞാൻ എവിടെയോ കണ്ടിരുന്നു.
ഇത് കേടാണ് കൈ ഇത് പോക്കറ്റിലിട്ടാ മതി, ബില്ലാക്കൊന്നും വേണ്ട. ഓന് ഇത് പോക്കറ്റിലിട്ടിട്ട് പോയാൽ മതി, ആരും അറിയൊന്നുമില്ല. പോകുമ്പോ ബില്ലാക്ക ഇപ്പൊ പോവില്ലല്ലോ. വാട്ടർ ബില്ലുണ്ട് അജുതെടുത്തല്ലേ അല്ലേ? മതിട്ടോ. വന്നാണി ബില്ലായിട്ടോ. ഓനൊന്ന് വാണിജ്യ വാങ്ങിക്കൊടുത്തോ. ഒരുമിച്ച് ഇറങ്ങി ബില്ലാക്കേണ്ടി വരും കേട്ടോ. ഒരുമിച്ച് ഇറങ്ങും. ഇതൊന്ന് ബില്ലാക്കി കൊടുക്ക് ചെക്കന്. മറ്റോ നമ്മളപ്പോ അവനോണ്ട് പെരക്കാര് പോയ പണിയാവും. ഹാപ്പിയാണോ? ഞങ്ങളും ഞങ്ങളപ്പം പോരണം കേട്ടോ. അതാണ് ഞങ്ങൾ ഡീൽ. നമ്മൾ ഇന്നത്തെ യൂട്യൂബ് വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സാധനം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ആ ആളെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് 3 ദിവസം നമ്മളെ വീട്ടിൽ ആ ആളെ വെച്ചിട്ടുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പേര് ഇഹാൻ. അപ്പം ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചിരിക്കണം. അപ്പം നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 3 ദിവസം ഫുഡും ഭക്ഷണവും വെള്ളവും ഉപ്പയും ഒന്നും ഇല്ലാണ്ട് 3 ദിവസം നമ്മളെ ഫ്രീ പ്രൊഡക്റ്റിന് വിജയിയായിട്ട് നമ്മളെ കൂടെ നിന്ന് എത്തിച്ചിരിക്കുന്നത്. 2 വാട്ടർ ബലൂണും 5 പേപ്പർ സോപ്പിനും ഇരയായിക്കൊണ്ട് നമ്മളെ ചലഞ്ചിന് ഇരയായിരിക്കുകയാണ്. പിന്നെ പിടിച്ചോളി, എല്ലാവരും പിടിച്ചോളി. കൊണ്ടോ ടൈമായി. നമ്മളെ ചലഞ്ചിന് ടൈമായി. പിടിച്ചോളി, പോവാ. ഇത് കണ്ണിൽ വെള്ളം നിറയണേ. ഓൻ കരിയുണ്ട് ഇപ്പോഴും. വരാൻ പറ്റായിട്ടോ? ഹലോ. ഓക്കെ. ഞാനിതാ ഉമ്മച്ചീൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം അതിന് വന്നാ. ഉമ്മച്ചീൻ്റെ പരിപാടി എന്താ, നമ്മൾ കേക്കും സാധനങ്ങളൊക്കെ വാങ്ങി ബലൂണൊക്കെ വീർപ്പിച്ചപ്പോ. പെരിന്തൽമണ്ണക്ക് എന്തിനാ തന്നെ അതിലെ ഇവിടെ പോവാ? എന്നാ അതിലെ പോവാ. ഓക്കെ. ജിമ്മി ഉണ്ടാവും. ഞാൻ ലിസ്റ്റ് എനിക്ക് തരാം. ഞാൻ വ്ളോഗിലാണ്. ലിസ്റ്റ് കണക്കൂട്ട്. ഇടും. ഡോണ്ട് വറി. അപ്പം സുഹൃത്തുക്കളെ, സാധനങ്ങൾ ഏകദേശം വാങ്ങി. ഒരു സാധനം മറന്നു പോയ പോലെ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഇതാ വലുത്. ഇതാ ഉപകാരപ്പെടുക. ഇതെന്താ ജയ് അണ്ട് എടുക്കുക. ഇതെന്താ സാധനം? മറ്റേതാണ്, മറ്റേ കുയി ബോംബ്. അത് എവിടെ വെച്ചാ പനി വന്നിട്ട് വാപ്പ കുറക്കുമ്പോഴാണ് വെക്കും ചെയ്യാത്. കട്ടിലടി കൊണ്ടിങ്ങനെ ടോ നിലത്തുണ്ടാവും. ഈ സാധനം എടുത്താൽ ഇപ്പൊ വാങ്ങിയ സാധനങ്ങൾ ഫുള്ള് ഇതിലിട്ടോ. കൂട്ടി പിടിക്കേണ്ട ആവശ്യം വരില്ല. ജില്ലടിച്ചോട്ടത് മലയാളി ഇവിടെ. എടാ തിരക്കടില്ലല്ലോ ജി. കുറച്ച് ഫണ്ണിയാണല്ലേ. നേരെ അമ്മച്ചിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും കേട്ടോ. ബില്ലാക്കൂട്ടോ അമ്മച്ചി. എന്നാ 2 ഇതും കൂടി എടുത്തോ. CFL പെരിയിലെ ലൈറ്റ് ഇത് എടുത്തോ. പെയിന്റ് അടിച്ചാ ഇതെടുത്താലോ? ട്യൂബ് ലൈറ്റ്. അല്ല, ഇതും കൂടി കൊണ്ടുപോകാനുള്ളൂ. ഇത് എടുത്തോ. അത് എടുക്കാൻ കിട്ടണില്ല. എത്തണില്ല. ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കും. ആര്? ഇപ്പൊ വരാ ബ്ലോഗിലാ. ഇപ്പൊ വരാ. ഞാൻ ഇപ്പൊ വരാം. ഇതെന്നാ കണ്ടു കൊടുത്ത് ബൈക്ക്. അതുകൊണ്ട് പിടിച്ചാ ഗ്യാസ് ഫ്രീ മേഘത്തിരി അജൂതിന്റെ. അവന്റെ പേരിലൊക്കെ മേഘത്തിരി ഗ്യാസിനെ കത്തിച്ചാല് ഗ്യാസ് ഫ്രീ മേഘത്തിരി എന്ന് അത് കണ്ടിട്ട് പറയാ. എത്ര അജൂതെ അത് മിന്നേക്ക ചെറുക്കം പോയോ?
അതിനുണ്ട് അല്ലല്ല ബില്ല് ബില്ല് ഇങ്ങോട്ട് വാ ബില്ലാക്കണ്ടേ ബില്ലാക്കാനേ ഇങ്ങോട്ട് വാ ഇവിടുന്നില്ലേ ഇവിടുന്ന് തന്നെ ബില്ലാക്കല് ഇത് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങോട്ട് ഈ കസേരമ കയറിക്ക് ഞാൻ പറഞ്ഞുതരാം കേറിക്ക് കേറിക്കൂല അവന് നല്ല പറയും വേറെന്താ ഉണ്ട് അത് മതിയോ ഉറപ്പല്ലേ വേറെ വേണ്ടല്ലോ എന്താ തിന്ന് ഇന്നെന്താ തിന്ന് രാവിലെ എന്താ ദോശയും അപ്പം രണ്ടും മിക്സ് ചെയ്ത് തിന്നു അത് കറിയൊന്നുമില്ല എന്ത് കറി ചിക്കൻ കറി വെറുതെ അല്ല വയറൊക്കെ ഇങ്ങനെ നിൽക്കണത് പള്ളി പോയോ പള്ളി പോയിട്ടില്ലേ എന്നിട്ട് എന്താ തിന്നു ഉച്ചക്ക് ഉച്ചക്ക് തന്ന് ഉച്ചക്കൊക്കെ ഇവിടെ രാവിലെ തൊട്ടേ ഇവിടെ പോണൊന്നുമില്ല പേരെ പോണൊന്നുമില്ല ഹൗസ് വാമിംഗ് ആണ് എന്നിട്ട് നമ്മളിത് വിളിക്കണില്ല ഹൗസ് വാമിങ്ങിന് വെറുതെ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്തത് ഇപ്പം മറ്റേ ഇന്റീരിയറിന്റെ കടയിൽ കയറ്റാൻ ഞാൻ നന്നായി പക്ഷെ പാവാണ് പെയിന്റ് പരിപാടി ഉണ്ടോ വീട് കൂറ്റമ്പാറ എന്താ മുണ്ടപ്പലം അറിയോ മുണ്ടപ്പലം മുണ്ടപ്പലം അറിയോ മുണ്ടപ്പലം മുണ്ടപ്പലം പലമുണ്ടം മുണ്ടപ്പലം അറിയില്ല എന്തേ എന്തേ നഹാസ് എനിക്കറിയാം പിന്നെ അറിയേ എനിക്ക് നിങ്ങളെ കാക്കാനൊക്കെ അറിയാം എല്ലാം നമ്മളെ ബന്ധക്കാരല്ലേ കുടുംബക്കാരും ഹായ് എൻ്റെ മുത്താണ്ടത് നമ്മളെ ചെക്കനാണ് പേര് മിലൻ. അപ്പൊ മിലന്റെ ഇമ്മച്ചി എന്തുണ്ടാക്കലുണ്ട് ജാർ കേക്ക്സ് ഉണ്ടാക്കലുണ്ട് അല്ലേ എന്തൊക്കെ ഉണ്ടാക്കും ഉമ്മച്ചി അപ്പൊ മിലന്റെ ഉമ്മച്ചിന്റെ ജാർ കേക്ക്സ് അതിലല്ലേ ഉള്ളത് അപ്പൊ മിലന്റെ സൂം ചെയ്ത് കാണിച്ചു കൊടുത്താ അടിയത്തെ ആ ഫലൂദ പോലെ ഉണ്ടാക്കി വെച്ചാണോ കണ്ണാ അടിയിൽ അപ്പൊ മിലന്റെ ഉമ്മച്ചി ജാർ കേക്ക്സും സംഭവങ്ങളും ഉണ്ടാക്കലുണ്ട് അപ്പൊ ജാർ കേക്കൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർ കൂടെ പോകുന്നുണ്ടെങ്കിൽ മിലൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയ ജാർ കേക്ക് എന്തായാലും എല്ലാവരും വാങ്ങണം അല്ലേ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കന് ഓന് ഞാൻ ഉച്ചക്ക് വന്നപ്പോൾ ഇതിലങ്ങനെ നടക്കണ്ടായി അപ്പോൾ ചോദിച്ചു എന്താ ഇതിൽ നടക്കണോ ചോദിച്ചു പറഞ്ഞു ഉമ്മച്ചി ഉണ്ടാക്കിയ ജാർ കേക്ക് അതിൽ കൊടുന്ന് വെക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ കാണാം കേട്ടോ വ്ളോഗിൽ നോക്കോണ്ടി കേട്ടോ ഇതിലുണ്ടാവും കേട്ടോ ബൈ മിലൻ ഏതാ ഫ്രെയിം മാറി അത് ഊരോണ്ടാണ് അതിന്റെ കളി ഇതെന്താ ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കണ് ബില്ലടിച്ചാണ് എന്റെ മന വിളിച്ചോ അല്ലാണ്ട് ബില്ലടിച്ചാ അവനെന്താ വാങ്ങിച്ച വാങ്ങിക്കൊടുത്തോ ഞാൻ എല്ലാ കുട്ടികളോടും പറയലുണ്ട് പക്ഷെ എൻ്റെ പോലത്തെ ഒരു കുട്ടി ആദ്യമായിട്ടാണ് നമ്മൾ വ്ളോഗ് എല്ലാം കൊണ്ട് മാറിയിട്ടു ബാബാ അതുപോലെ ഇനിയും ബില്ലടിച്ചിട്ടില്ലെങ്കിലേ പിന്നെ ബില്ലടി സാധനം കൂടും എന്റെ ഫോൺ തരാം പോയി ബില്ലടിച്ചു വന്നാ ബില്ലടിക്കണ്ടേ ഏത് കാക്കും അടിക്കണ്ടേ ഓന് സാധനം കിട്ടിയാൽ മതി ആ മൂടാ ബില്ലടിക്കട്ടെ എന്തൊക്കെയാ എടുത്തത് എന്നാ അജുവതെ അല്ല പൈസ ഉണ്ടെന്ന് കൊടുത്താൽ മതി എന്നാ ഫോൺ കൊണ്ടോ കൊടുത്തു ആലപ്പുഴ മുല്ലക്കല് ഇതിട്ടാലോ ഇത് കുടിച്ചാ ഇതാരെൻ്റെ അടുത്ത് വന്നത് തന്നപ്പോ തൊട്ടുണ്ട് കേട്ടോ എന്തേ മൂക്കിന്റെ അവിടെയാണല്ലോ കണ്ണ് ഐ കണ്ണം പാളി അടിച്ചിട്ടുണ്ടോ ഏതോ അസുഖം വന്ന കടുവേണത് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഈ അടിക്ക് എത്തിക്കോ ഞങ്ങൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞുതരാം എന്റെ ഫോൺ പേന്റെ പിന്നെ എനിക്ക് അറിയില്ലേ എന്നാ അനക്കെന്നെ അറിയാത്ത ഉണ്ടാവുള്ളൂ എല്ലാവർക്കും അറിയാലോ എന്നപ്പോ പറയല്ലേ
ആഫിയ ഒന്നാ ബില്ലെടുത്ത് വന്നാ ആഫിയ ഒന്ന് ബില്ലെടുത്ത് വന്നാ പ്ലീസ് Come on, good kid. ഈസാനെ അതേലെ പോയതാ പന്ത്. ഇങ്ങക്കൊക്കെ പിരാന്താട്ടോ. ഇങ്ങളെയും കൊണ്ട് ഞാനല്ല തായ്ലൻഡ് കൊന്നും ഇവനെ അന്യനാട്ടിൽ പോയി അടി വാങ്ങും ആ ടീമാവല്. നമുക്കൊരു തായ്ലൻഡ് പോകണം കേട്ടോ. തായ്ലൻഡ് പോയിട്ട് ഇതേപോലെ കുതിരയാണ്. തായ്ലൻഡ് പോയാല് അല്ല പറഞ്ഞാൽ മതി അത് ഇവിടെ നീക്കിയാൽ കിട്ടും. ആ കുട്ടികൾ കളിച്ച് കുറെ സാധനം ബാക്കൊക്കെ ആക്കി കാണും. പോവല്ലേ ആടാ അമ്മച്ചിന്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ എന്താ വാങ്ങി? ചെസ് വാങ്ങണോ? പേപ്പർ സാധനമല്ല മറ്റേത് വേണ്ടി വരും. സ്നോ സ്പ്രേയും മെഴുകുതിരിയും ഒപ്പം കത്തിക്കരുത് അത്രേ ഉള്ളൂ. ചോദിക്കാല്ലേ ഇതിന്റെ കൈമ തന്ന ആരോ? എന്റെ കൈമ ആരാ തന്നേ? ഞാനോ? എന്നാ ജിന്നോട് പോയി ചോദിക്കത് എവിടുന്ന് കിട്ടിയ അവിടെ കൊണ്ടേ വെക്ക്. കാറ്റ് കഴിഞ്ഞ പന്ത് മുക്കുണ്ടോ? എടാ ഇത് നമ്മളെ സാധനം ഇവിടെ അല്ല കേട്ടോ. അത് ദുബായി തന്നെ കിട്ടുള്ളൂ. അത് ഞാൻ കൊടുത്തേ അല്ലേ? അത്ര അത് വൻ സാധനം കേട്ടോ. നല്ല രസമാണ്. അതിന് എത്ര കാലം കുമ്പള പോകും അറിയോ? കുറേ പോകും. നമ്മളെ സാധാ തീറ്റ പോലെ കുറേ കുമ്പള പോകും. അത് പിടിച്ച് തിരിച്ചങ്ങനെ നിന്നട്ടോ. ഇതാ യൂനോ കളിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നിലമ്പൂരുള്ള പുതിയൊരു സംഭവമാണ് ഊൺ തയ്യാർ. അതായത് യൂനോ ഇല്ല നിലമ്പൂര്, പക്ഷെ ഊണുണ്ട്. ഊൺ തയ്യാറ്, സദ്യ തയ്യാറാവും. 12 മണിയാകുമ്പോൾ ഊണ് തുടങ്ങും. ഇതാ യൂനോ. നിലമ്പൂരെ നമുക്ക് യൂനോ ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ എന്താല്ലേ നേരെ അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അതിൻ്റെ ഇവിടെ തന്നെ സോറി പറഞ്ഞ കമ്പനി ആടോ. സോറി ഉപജീവന മാർഗമാണ്. സോറി ക്ഷമിക്കണം. സോറി. യൂനോ കാർഡ് ഉണ്ട്. ഇതാ യൂനോ കാർഡ് ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടമാനുണ്ട്. 1 2 3 4 5 6 7 10 15 ഉണ്ട്. പക്ഷെ യൂനോ അല്ലട്ടത് ഊന്നോ അല്ല. പൂവല്ലേ കുതിരയോടല് കഴിഞ്ഞേ പൂവല്ലേ? ആ ചെക്കൻ പോയില്ലേ? അവിടെ നിന്ന് കൊച്ചൊക്കെ ഉണ്ടാക്കണേ. പേടിയാവുക. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്നും എടുത്തു പറഞ്ഞേ. ഒരു കവർ എടുത്തിട്ട് എല്ലാം ഇട്ടു. എന്നോട് കാക്കോ കാക്ക നമുക്ക് കളർ സ്മോക്ക് കത്തിക്കാണ്. ഫോമിളി ഒന്നുണ്ടോ? പോവാ മേലെ അലമ്പ. ഓനാണ് ടീച്ചോ. എവിടുന്നോ മേലെന്ന് വിളി നിൽക്കണേ മുതലാളി കണ്ടിട്ട്. ഇങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ ദുബായിന്ന് പോയിന്. ഹമ്മർ വെറൈറ്റി ഉള്ള കളിപ്പോക്കൊന്നുമില്ല. ഒക്കെ ഇത് പോവില്ല. തെര പോണ വേണം. താങ്ക് യു. ഹായ്. ഓ എന്താ വർത്താനം? സ്പൈഡർമാൻ്റെ ഉണ്ടല്ലേ? ഓ ഇതൊക്കെ സസ്പെൻഷൻ അതിന് കയറി പോടാണെങ്കിൽ ഇതൊക്കെ കയറുമോ? ഇങ്ങനെ കയറിപ്പോവില്ല അല്ലേ? ഓട്ടർഷ പോയാട്ടോ. മുന്നോത്തി ഓട്ടർച്ചിന്റെ മുന്നേ കേട്ടോ. താഴത്തുനിന്ന് നോക്കി പറയുന്നത്. താഴത്തുനിന്ന് ഇങ്ങനെയൊക്കെ കറക്റ്റ്. പോടൊക്കെ അത് സീനാട്ടോ. ഇത് സീന ഓട്ടർച്ച. കളിച്ചോട്ടെ. പൊരി എടാ മതിയടാ.
ഇതിൽ വൻ ടീമാട്ടോ. ഇതിൽ വെറും ടെസ്റ്റിങ്ങിൻ്റെ ആൾക്കാരോടോ വന്നപ്പോൾ തൊട്ട് അജു മറ്റേ ഒരു ചമ്മന്തിയാ. ഇതെന്താ ഇങ്ങനെ വെച്ചിക്കണ്? ഇതെന്താ ചോദിച്ചോ തുറന്ന് വെച്ചിക്കണ്? കുട്ടികളൊക്കെ എന്താ ചെയ്യണ ഇവിടെ? സ്ലൈമ് കേട്ടോ. അത് വരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞപ്പോൾ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും അടിയിലെത്തിയിട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട അഫീഫ് അന്തംഗമ്മിയായി ബൈക്കുമ്പോൾ പോകുന്നുണ്ടോ? ഓവർടേക്ക് ചെയ്തപ്പോൾ തന്നെ ഫാൻസിനെ കണ്ടു. വല്ലാത്ത അവസ്ഥ. ഓവർടേക്ക് ചെയ്തപ്പോൾ തന്നെ അഫീഫിനെ ഫാൻസ് തടഞ്ഞു വെക്കുന്ന കാഴ്ച. അപ്പോൾ തന്നെ അവിടുന്ന് ഡോറ് തുറക്കുന്ന കാഴ്ച. രണ്ടിൻ്റെ ഇടയിൽ അഫീഫ് കുടുങ്ങുന്നൊരു കാഴ്ച. ഹിൻലേസിൻ്റെ ഇതത്തത് ഔണ്ടേട്ടാ. ആ വണ്ടീൻ്റെ കീച്ചനാണ് ഇപ്പോൾ. അതെന്താ സാധനം? ഇതോ സേമിയം പാക്കോ? നല്ല രസം കേട്ടോ. അവൻ കത്തിച്ചുവിട്ടാൽ രസം ഉണ്ടാവും. ഇമ്മച്ചിന്റെ ബർത്ത്ഡേ, ഇമ്മച്ചിന്റെ ബർത്ത്ഡേ, ഇമ്മച്ചിന്റെ ബർത്ത്ഡേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ കേക്കിന് ആവശ്യമായ ലൈറ്റർ ശംസുകാക്ക് എന്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി മേലായല്ലോ ഇതൊക്കെ. ജിമ്മത്തെ ഞാൻ ഇപ്പം എടുക്കട്ടോ. അഫീഫിൻ്റെ പാൻറ് നല്ല രസമുണ്ടല്ലോ. ഇത് എവിടുന്ന ഈ പാൻറ്? എവിടെ? അല്ല ഇപ്പം അമ്മച്ചിക്ക് അറിയില്ല. അമ്മച്ചിക്കൊക്കെ പണ്ടത്തെ വരില്ല. രാവിലെ ഇപ്പം ഇതിനെ ഒരു 100 മെസ്സേജ് ഒന്ന് കാണും. ചീത്ത അതൊക്കെ അത്രേ ഉള്ളൂ. തട്ടെടുക്കണോ? അല്ല ഉമ്മച്ചി തട്ടെടുക്കണോ? നിഹാലി കത്തി പിടിച്ചാ? നിഹാലെ പിടിക്കാ അതൊക്കെ കിട്ടുമേറ്റി. ഞാനൊരു ഭാഗത്തുനിന്ന് കത്തിച്ച വേറെ ഭാഗത്ത് ഇത് പേരും കാറ്റവിടെ. തട്ടിടാൻ പറയും. എയില പോണ്ടേ മുന്നേ കൂടെ? ഇപ്പൊ ദീപം കൊണ്ടുപോണ പോലെ ആയല്ലോ. ദീപം ഇന്നാണ് ബർത്ത്ഡേ അല്ലേ? കഴിഞ്ഞല്ലോ. താടി കൊടുക്കില്ലേ? ചീത്ത അതെവിടെ? ചായ കുടിച്ചാൻ പോയോ? അല്ല ഇവിടെ പൊട്ടിക്കണ്ട. മൈക്ക് പോയി. എവിടെ?
ഇങ്ങനെ തെറിച്ചാ വൈക്കതാ മെഴുകുതിരി വേണ്ട ഞാൻ അവിടുന്നേ പറഞ്ഞതാണ് അത് വേണ ഞാൻ പറഞ്ഞത് ഇനിമ ഞമ്മളോട് വല്ലാത്തൊരു വണ്ടി വണ്ടി തട്ടടിമ്മ എടുക്കല്ലോ തട്ടടിമ്മ ഒരു കേക്ക് മുറിച്ചാനുള്ളൂ ഇല്ല വലിയ പരിപാടിയൊന്നുമില്ല ഇല്ല ഇല്ല തട്ടടി എന്നാലേ ഓ ഇതാ സെലിബ്രേഷൻ ബസ് അതന്നെ തട്ടടി തട്ടടി തട്ടട മറി അടുത്തൊല്ലല്ല ഇക്കൊല്ലം മുറിച്ചാ വരി ഓ അടുത്തൊല്ല ആക്കണില്ലൊന്നും ഒരു കേക്കുള്ളേ ഓ നിങ്ങൾ എന്താണ് ഞങ്ങൾക്കാണിത് വരി അയ്യോ കുറവ് തട്ടടി വരി ഹാപ്പി ബർത്ത്ഡേ എന്താ വെള്ളം അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് ജന്മദിനാഘോഷം ആഘോഷിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഇത് കഴിഞ്ഞു കേട്ടോ. അസ്സലാമലൈക്കും. കുഞ്ഞില്ല മീന്ന വേണ്ടുന്ന പാത്രത്തിൽ എവിടെയെങ്കിലും വെക്കാം. പിന്നെ എങ്ങനെ ഉള്ളു കൂടെ മുറിച്ച് എടുക്കേ അത് വേണ്ട അതൊന്നും തന്നല്ലേ അതൊന്നും മാറ്റി വെച്ചാൽ അമ്മച്ചിന്റെ മുന്നേ എന്നാ മുറിച്ച് ഹാപ്പി എല്ലാരും ഉണ്ട് ആഫീസോടെ ഹാപ്പി ബർത്ത്ഡേ മുറുക്കി നിങ്ങൾ മുറുക്കി ഇതെന്താ ഇവിടെ വേടാ എങ്ങനെയുണ്ട് കേക്ക് സെലക്ഷൻ എങ്ങനെയുണ്ട് ഈ കേക്ക് ബിരിയാണി വാങ്ങി പൊട്ടി ജന്മദിനായിട്ട് എന്താ പറയാനുള്ളത് പറയുമ്പ എന്താ പശുവിനെ ചീത്തട്ടിയോ ഇതിങ്ങനെ എല്ലാരും 48 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊന്നും നമുക്ക് മുറിച്ചണ്ട, നമ്മളത് കഴിഞ്ഞു. മാറ്റിക്കോ. ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ടോ? ലിപ് ഗ്ലോസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞു, കണ്ണ് കാണില്ല. എന്തായിച്ചോ പൊന്തിച്ചിട്ട് പോരാത്ത അതൊരു ഇത് വെറൈറ്റി കേക്കാ ജാമ്പവാൻ അത് അറിയണല്ലോ സാധനം. ഒരു പീസ് കൈ പൊള്ളി നാക്ക് എടി കുഞ്ഞു പാത്തു. എല്ലാരും എവിടെ നിഹാലോ വാഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഹെവി കേക്ക. അപ്പോൾ സുഹൃത്തുക്കളെ
ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ഇന്ന് വളരെ ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാൻ ആഘോഷിച്ചിട്ടുള്ളത്. അത് ഉമ്മച്ചിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, ലളിതമായ രീതിയിൽ ആഘോഷിക്കണം എന്നുള്ളത്. അപ്പോൾ വേറൊരു ദിവസം ഞാൻ മാറ്റി, ഇന്ന് ഒഴിവില്ല, ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ വേറൊരു ദിവസം ഞാൻ എന്തായാലും ലളിതമല്ലാത്ത രീതിയിൽ ആഘോഷിക്കുന്നതാണ്. കാരണം ഉമ്മച്ചി പണ്ടത്തെ വരില്ല, എല്ലാരും മെസ്സേജ് ഇപ്പം ഇൻസ്റ്റേക്കും ഇതിക്കൊക്കെ വേഗം മെസ്സേജ് തൊള്ള കൂട്ടിക്കോ മുണ്ടിപ്പോയ അടിച്ച് പരത്തും നടക്കണേ ഞാൻ കേൾക്കും. അതാ ഞാൻ വലിയ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യാൻ. മുണ്ടരുത്. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ല, അത് ഒരു സാധനത്തിന് ആവശ്യമല്ല. വലിയ അനാവശ്യമായിട്ട് അതും ഇതും മേടിച്ച് കൊണ്ടുവരേണ്ട വിചാരിച്ചു ഞാൻ കേക്കൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് മധുരം പറ്റാത്ത ഷുഗർ അല്ലേ. ഞങ്ങളൊന്നോളേ ബാക്കിയൊക്കെ ജിമ്മെന്ന് കൊല്ലാണ് മനുഷ്യന്. അപ്പൊ എന്തായാലും മെസ്സി ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ്. സോ എല്ലാവരും മെസ്സിനെ ബർത്ത്ഡേ വിഷ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ മെസ്സി 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 പറഞ്ഞ കമന്റ്സിൽ ഇല്ല, നിങ്ങൾ മറുപടി കൊടുക്കണ്ട, കമന്റ്സിൽ വിഷ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ മെസ്സി പറഞ്ഞ് വിഷ് ചെയ്യുക. സോ ഇമ്മച്ചിന്റെ ജന്മദിനം ഇല്ല ഞാൻ കൊടുത്തോണ്ട്. അപ്പൊ ഇമ്മച്ചിന്റെ ജന്മദിനം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനുള്ളത് ഇപ്പച്ചിന്റെ നൂറിന്റെ ബർത്ത്ഡേ ഒരേ ദിവസമാണ് അല്ലേ? അതൊരു ബർത്ത്ഡേ ആയിരിക്കും. അപ്പൊ നൂറിന്റെ ഇപ്പച്ചിന്റെ ബർത്ത്ഡേ സെയിം ബർത്ത്ഡേ വരാനുണ്ട്. മെയ് അല്ല മെയ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മൾ 28 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. ചെക്കന്മാരൊക്കെ വീട്ടിലെത്തിയതിൽ പ്രത്യേക കാരണങ്ങളുണ്ട്. നമ്മളൊന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഏതാന്നുള്ളത് നമ്മൾ നാളെ പറയുന്നതാണ്, നാളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ നമ്മുടെ ഈ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നമ്മൾ 28 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയൊരു വീഡിയോയിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ഓനൊക്കെ പിടിച്ചോടുന്നത്. ബൈ ബൈ.